പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിൽ പ്രാർത്ഥിക്കുന്നു. ഇത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൗലോസ് ഒരു കാലത്ത് പൗലോസ് ശൗലായിരുന്ന സമയത്ത് സഭയെ ഉപദ്രവിച്ചവനാണ്, സഭയെ മുടിച്ചവനാണ്. ദൈവസഭയിൽ കടന്നു വരുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഉപദ്രവം ഏൽപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനെ അഥവാ ശൗൽ എന്ന മനുഷ്യനെ ദൈവം സന്ദർശിക്കുവാനിടയായി തീർന്നു. നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നൊരു വലിയ വെളിച്ചം അവൻ്റെ മേൽ പതിച്ചു. അവൻ്റെ കണ്ണ് കാണാതെ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ അവൻ ഒരു ഭവനത്തിൽ വന്ന് വിശ്രമിക്കുകയും അനന്യാസ് എന്ന വ്യക്തി അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നൊരു ചരിത്ര അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ സഭയെ ഉദ്രവിച്ചവൻ, എന്നാൽ 20-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, സഭയെ ഉദ്രവിച്ചവൻ പല ഭവനങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ സുവിശേഷം പറയുകയാണ്. ചാപ്റ്റർ നിരവധി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം അവൻ്റെ മേൽ കടന്നു വന്ന് അവനെ വേറെ സുവിശേഷത്തിൻ്റെ ഒരു ഉരുവിപ്ലവം നടത്തുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തോടു കൂടി ഒരു വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തിക്ക് വേണ്ടി നാം നിരന്തരമായി ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ ദൈവം പുറത്തു കൊണ്ടുവരാനിടയായി തീരും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവശക്തി, ആ ഉയർപ്പിൻ്റെ ശക്തി നമുക്കറിയാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായ അവസാന വാക്യത്തിൽ പറയുന്നു, മരിച്ചു കിടന്ന യേശുവിൻ്റെ മേൽ ദൈവശക്തി കടന്നു വന്ന്, മരിച്ചു കിടന്ന യേശുവിൻ്റെ ശരീരത്തിൽ ദൈവശക്തി കടന്നു വന്നപ്പോൾ ആ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും തരത്തിൽ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് പോലെ പുറത്തിറങ്ങുവാൻ കഴിയാതെ തീർത്തും നിരാലംബരായി കിടക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വം എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ കരം സ്ഥാപിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏതാവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പൊന്നുപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ജീവിതത്തിൽ തകർക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് മൃഗവായവനെ പോലെ തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ കരം ഇറങ്ങി വന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.